യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ താങ്കൾ? ചിലരെ സംബന്ധിച്ച് ഒറ്റയ്ക്കുള്ള യാത്രകൾ അവർക്ക് വലിയ ഹരമാണ്. കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അവരെ കാത്തിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ കാണാൻ അവരുടെ കൂട്ടുകാരുമൊത്തുള്ള യാത്ര ചിലർക്ക് ത്രസിപ്പിക്കുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നൊരു യാത്ര. തുടക്കം യേശുവിനോടൊപ്പമാണ്, പക്ഷേ ആ യാത്രയുടെ ഒടുക്കം യേശു അവരോടൊപ്പം ഇല്ല. എന്നാൽ അതേ പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് വേറൊരു യാത്രയാണ്. ആ യാത്രയുടെ തുടക്കത്തിൽ യേശു അവരോട് കൂടെ ഇല്ല, പക്ഷേ ആ യാത്രയുടെ ഒടുക്കം യേശു അവരോട് ചേരുന്നതായി കാണാം. ആദ്യത്തെ യാത്ര 12 വയസ്സുള്ള യേശുവുമായി തൻ്റെ മാതാപിതാക്കൾ യെരുശലേം ദൈവാലയത്തിലേക്ക് പെസഹ പെരുന്നാളിന് പോയ യാത്രയാണ്. അവിടുത്തെ ആ കൾച്ചർ അനുസരിച്ച് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ വീട്ടുപേരുമായി ബന്ധപ്പെട്ട ചർച്ചക്കാർ, ബന്ധുക്കൾ അവരെല്ലാം കൂടെ ഒരു ഗ്യാങ് ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല പുരുഷാരം തന്നെ കാണുക. അപ്പോൾ തിരികെയുള്ള യാത്രയിൽ യേശുവും ഇവരുടെ ഇടയിലുണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് യോസേഫും മറിയയും കൂടെ ആ യാത്ര പുറപ്പെടുന്നത്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു അവരുടെ കൂടെയില്ല. 12 വയസ്സുള്ള യേശുവിനെ സ്വന്തക്കാരുടെയും പരിചയക്കാരുടെയും ഇടയിൽ അവർ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ അവിടെ യേശുവിനെ കാണുന്നില്ല. തിരികെ 3 ദിവസം എടുത്തു യേശുവിനെ കണ്ടെത്താൻ. ഇവിടെ യെരുശലേം ദൈവാലയത്തിലാണ് അവർ യേശുവിനെ കണ്ടെത്തുന്നത്. വിഷമസംബന്ധമായ പല കാര്യങ്ങളും അവിടെ മാതാവ് പറയുന്നുണ്ട്. എന്നാൽ അതൊക്കെ വളരെ പക്വതയോടുകൂടെ പരിഹരിക്കുന്നതാണ് യേശുവിൻ്റെ മറുപടി. എന്നെ ഓർത്ത് വിഷമിച്ചത് എന്ത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ എന്നുള്ള ആ ഒരു മറുപടി 12 വയസ്സുകാരൻ തൻ്റെ ഭാവിയെക്കുറിച്ച് എത്രത്തോളം കരുതലുള്ളവനാണ് എന്നുള്ളത് നമുക്കും ചിന്തിക്കാൻ കഴിയും. മറ്റ് ഒരു യാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. യേശു കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം അഥവാ മരണത്തിൽ നിന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതൊക്കെ കേട്ടു, കണ്ടില്ല, കേട്ടു. ആ കേട്ടുടനെ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 7 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്ക് അവർ പോവുകയാണ്. അവരുടെ സകല പ്രതീക്ഷയും അസ്തമിച്ച് നിരാശരായി പോകുന്ന ആ യാത്രയിൽ അവരറിയാതെ അവരോട് കൂടെ യേശു നടക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ സങ്കടപ്പെട്ടൊക്കെ പോകുന്ന, അല്ലെ ആരെക്കുറിച്ചാണ് ഈ സങ്കടപ്പെട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നേ എന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലേ? ഈ യെരുശലേമിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് നടന്നുവൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? യേശു എടുത്ത് ചോദിച്ചു. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ചുള്ള വേദനകളും അവരുടെ പരാതികളും പരിഭവങ്ങളെല്ലാം യേശുവിനോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് എത്രമാത്രം ദുഃഖവും വേദനയും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ യേശു തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ സത്യത്തിൽ അവരുടെ ഹൃദയം കത്തുകയായിരുന്നു. അവർക്കപ്പോഴും അറിയത്തില്ല അത് യേശുവാണെന്നുള്ളത്. വീട്ടിലേക്ക് ചെന്നു, ഭക്ഷിപ്പാനിരുന്നു, അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. യേശുവോടം തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അവർ പരസ്പരം പറയുന്നു, ആ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തുകയല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ മറ്റാരും അറിയുന്നില്ല നമ്മുടെ ഈ യാത്രകളിൽ നാം എത്രമാത്രം വ്യസനിക്കുന്നു. നമ്മുടെ ഹൃദയഭാരം ഒന്ന് പറയുവാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരും കാണുകയില്ല. വേദനകളെ മനസ്സിലാക്കി ഇടപെടുന്നവരാരും കാണുകയില്ല. പക്ഷെ പറയട്ടെ, അവർ ക്ഷണിച്ചിട്ടല്ല യേശു കർത്താവ് അവരുടെ കൂടെ നടന്നത്. അവരുടെ വേദനകൾ മനസ്സിലാക്കി അവരോട് കൂടെ നടന്ന് അവരുടെ നിരാശയിൽ നിന്നും അവരെ ആർജവമുള്ളവരായി, ശക്തിയുള്ളവരായി, ബലമുള്ളവരായി, അവർ പരാജയപ്പെട്ട മുഖത്തോടെ പോയിടത്തു നിന്ന് അവർ ചടുലമായ ചുവടുവെപ്പുകളോടുകൂടെ തിരികെ യെരുശലേമിലേക്ക് എത്തത്തക്ക നിലയിൽ തൻ്റെ വാക്കുകൾ അവർക്ക് ഉള്ളിൽ തീകോരിയിടുവാനിടയായി. ഞാൻ പറയുന്നത്, നമുക്കും മറ്റാരും നമ്മളെ അറിയുന്നില്ലെങ്കിലും നമ്മുടെ വേദനകൾ, ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ മറ്റാർക്കും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും
അതെല്ലാം നന്നായി അറിയുന്ന ഒരുവനാണ് നമ്മുടെ യേശു കർത്താവ്. ആ കർത്താവിൽ ആശ്രയിക്കാം. നമ്മുടെ ഇനിയുമുള്ള യാത്രകൾ നമ്മുടെ സഹയാത്രികനായി യേശു കർത്താവ് കൂടെയിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ തിരുവെഴുത്തുകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ ജീവിതയാത്ര യേശുവിനോടൊപ്പമാകട്ടെ. യേശു ക്രിസ്തുവിനെ ആഴമായി മനസ്സിലാക്കുവാൻ, അംഗീകരിപ്പാൻ, കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാനുള്ള ഒരുക്കത്തോടും പ്രത്യാശയോടും ജീവിത വിശുദ്ധിയോടും തിരുവെഴുത്ത് പ്രകാരം ജീവിപ്പാൻ ഏവരെയും സഹായിക്കണമേ. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വചനങ്ങൾ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.